ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നാട്ടിലാണ്. നമ്മുടെ ഓണം പ്രമാണിച്ച് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണാശംസകൾ നേരാം. നമ്മുടെ അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ നമ്മുടെ എന്റെ മുഖവും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ദയവായി ക്ഷമിച്ചേക്കുക. ഇന്ന് നമ്മുടെ ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസത്തിന്റെ എക്സ്പയറി വരാൻ പോകുന്നത് ഈ മറ്റന്നാൾ 26-ാം തീയതിയാണ്. നമ്മുടെ 25-ാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഓണം മാസത്തിന്റെ എക്സ്പയറി വരാൻ ഓഗസ്റ്റ് മാസത്തിന്റെ എക്സ്പയറി വരാൻ പോകുന്നത് ഈ വരുന്ന 25th-നാണ്. സോ അന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ വളരെയധികം കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇങ്ങനെ വലിയതായിട്ടുള്ള ഒന്ന് രണ്ട് ഇമ്പോർട്ടൻസ് ഫിനാൻസ് മാർക്കറ്റിനെ ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ ഇല്ല, ന്യൂസ് ഇല്ല. പക്ഷേ ഒരു നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയിലെ ബോണ്ട് ഈൽഡ് 4.7% ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ലോകത്തുള്ള എല്ലാ ഇക്വിറ്റി മാർക്കറ്റിനെയും കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചും ബെയറിഷ് വ്യൂ ആണ് ആ ഒരു സ്ട്രക്ചർ പ്രകാരം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കേസ്, അമേരിക്ക കാനഡയുമായിട്ടുള്ള താരിഫ് 50% വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. കാനഡ തിരിച്ച് അമേരിക്കയുടെ അടുത്ത് 50% താരിഫ് കൊടുക്കാൻ പോകുന്നു പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടംപോലെ കുറച്ച് ന്യൂസുകൾ വേൾഡ് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ന്യൂസുകൾ കുറച്ച് കിടപ്പുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മുടെ മാർക്കറ്റിന് തീരെ വോളിയം ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നത്. സോ രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മന്ത്ലി പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റിയുടെ POs ഇപ്പോഴും 24,580 ഭാഗത്താണ് നിഫ്റ്റിയുടെ POs കിടക്കുന്നത്. നമ്മൾ ഈ മന്തിന്റെ വാല്യൂ ഏരിയ ലോ ആയ 24,309 മുകളിൽ 308 മുകളിൽ അവൻ ക്ലോസ് ചെയ്യില്ല. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ 24,308 മുകളിൽ നിഫ്റ്റിയിൽ ആ ഒരു ക്ലോസിംഗ് വരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ മാർക്കറ്റ് 24,308 മുകളിൽ എങ്ങനെയും നിന്നാൽ മാത്രമേ എന്തേലും പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ 24,578 അല്ലെങ്കിൽ 580 ഭാഗത്തേക്ക് വന്നൊരു മന്ത്ലി ക്ലോസിംഗ് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വീണ്ടും ഇപ്പോഴത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മന്തിന്റെ ക്ലോസിംഗിന് താഴെ ഈവൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ മന്തിന്റെ വാല്യൂ ഏരിയ ഹൈ ആയ 24,288 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24,400 എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഇപ്പോഴും മന്ത്ലി ബേസിസിൽ നമ്മുടെ മാർക്കറ്റിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. എപ്പോഴൊക്കെ മാർക്കറ്റ് അതിനെ കടന്ന് മുകളിലോട്ട് പോവോ അവിടെ വെച്ചൊരു ഹെവി സെല്ലിങ് 2-3 ദിവസം കൊണ്ട് സംഭവിച്ച് പയ്യെ പയ്യെ സ്ലോ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സ്ട്രക്ചർ കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി സ്ട്രക്ചർ നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി കഴിഞ്ഞ മന്ത് എവിടെയാണോ കഴിഞ്ഞ മന്തിന്റെ വാല്യൂ ഏരിയ, അതായത് ജൂണും ജൂലൈ ഞാൻ വേണമെങ്കിൽ അൺമർജ് ചെയ്ത് നോക്കുമ്പോൾ ജൂൺ മാസത്തിന്റെ വാല്യൂ ഏരിയ ലോയ്ക്കും ജൂൺ മാസത്തിന്റെ വാല്യൂ ഏരിയ ഹൈക്ക് ഇടയ്ക്കുള്ള ഒരു നാരോ റേഞ്ചിനകത്ത് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ സ്റ്റക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. സോ ബാങ്ക് നിഫ്റ്റിയുടെ വോളിയം കുറവായതിന് കാരണം എനിക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും HDFC ബാങ്കാണ് ഏറ്റവും 50% വെയിറ്റേജ് ഉള്ള ഒരു ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. സോ ഇൻഡെക്സിലുള്ള വെയിറ്റ് ആണ് HDFC ബാങ്കിന് 50%. സോ HDFC ബാങ്കിൽ ഹെവി ആയിട്ടുള്ള അങ്ങനെ ഒരു മൊമെന്റോ ഒന്നും വരുന്നില്ല. മാർക്കറ്റ് അത് കാരണം വളരെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും 57,000 ബാങ്ക് നിഫ്റ്റി പൊട്ടിയാൽ വേണമെങ്കിൽ ഈ 56,800 56,000 വരെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇല്ല 58,700 പൊട്ടണമെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് കയറാനുള്ള ചാൻസ് പ്രതീക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സ്ട്രക്ചർ ഒരു പെർഫെക്റ്റ്ലി ഒരു റേഞ്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. മിക്കവാറും ഒക്കെ എക്സ്പയറി ഒന്നുകിൽ 57,640 ഭാഗത്തൊക്കെ ആയിരിക്കും എക്സ്പയറി. കാരണം POC കാർഡ് തൊട്ട് മുകളിലാണ് നിൽക്കുന്നുണ്ട്. ഈ 57,600 ഭാഗത്തൊക്കെ തന്നെ ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി തരാനുള്ള ചാൻസ് പൊതുവെ മാർക്കറ്റിൽ കൂടുതലാണ്. ഇനി മിഡ് ക്യാപ്പ് ആണെങ്കിൽ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ആയിരുന്നു അവൻ മെയിൻറ്റെയിൻ ചെയ്തത് കഴിഞ്ഞ മാസത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ മന്തും കഴിഞ്ഞ മന്തിന്റെ ഹൈക്ക് മുകളിലൊക്കെ തന്നെ നിപ്പുണ്ട്. പക്ഷെ POCയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് അവനെ സംബന്ധിച്ച് 14,790 താഴെ എൻ്റർ ആവുന്നുണ്ടെങ്കിൽ ഈ 14,581 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് പൊതുവെ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ നീക്കുന്നുണ്ട്. ഇച്ചിരി മിഡ് ക്യാപ്പിൽ സ്റ്റോക്കുകളിലൊക്കെ ഒരു ബൈയിങ് മൊമെന്റം കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ആ ഒരു ബൈയിങ് മൊമെന്റം മാർക്കറ്റിൽ കാണാതെ ഒരു സ്ട്രക്ചർ ഈ ഒരു രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് എനിക്ക് കൃത്യമായിട്ട് മിഡ് ക്യാപ്പിലും പ്രതീക്ഷയുള്ള കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓവറോൾ ഇൻഡെക്സ് വൈസ് നോക്കുകയാണെങ്കിൽ
മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും എല്ലാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റേഞ്ച് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പി ഒസിന്റെ ഭാഗത്തൊക്കെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ആണെങ്കിൽ പി ഒ വാല്യൂ ഏരിയ ലോയും പൊട്ടി ഈ മന്തിന്റെ കഴിഞ്ഞ മന്തിന്റെ വാല്യൂ ഏരിയ ഹൈക്കകത്ത് എത്തി. കഴിഞ്ഞ മന്തിന്റെ പി ഒ സി ആയ 24,212 ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുത്ത് അവൻ നിൽക്കുന്നുണ്ട്. അപ്പം 24,308 മന്തിലേക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോയി ക്ലോസ് ചെയ്യാം? 24,580 ഭാഗത്തേക്ക് ക്ലോസ് ചെയ്യാം. ഇല്ല എങ്കിൽ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി ഇപ്പോഴും സ്റ്റിൽ ഒരു ബെയറിഷ് മോഡിലേക്ക് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ബാലൻസ് മോഡിലേക്ക് മാർക്കറ്റ് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. സോ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടോ ഇല്ലേ പറഞ്ഞാൽ 24,600 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ട്രെൻഡ് ചേഞ്ച് അപ്സൈഡിലേക്ക് പ്രതീക്ഷയുള്ളത് മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സ്ട്രക്ചർ വൈസ് എനിക്ക് പറയാനുള്ള നിഫ്റ്റിയുടെ വീക്കിലി അല്ല മന്ത്ലി പ്രൊഫൈൽ പ്രകാരം. നമുക്ക് വീക്കിലി നോക്കുന്ന സമയത്ത് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇതാണ് നമ്മുടെ കഴിഞ്ഞ മൺഡേയിലെ പ്രൊഫൈല്. സോ മൺഡേ ഒരു ന്യൂട്രൽ ഡേ ആയിട്ട് മാർക്കറ്റ് നിന്നു. പിറ്റേ ദിവസം ട്യൂസ്ഡേയിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വന്നു. പിന്നെ പിറ്റേ ദിവസം ബി ഷേപ്ഡ് പ്രൊഫൈൽ ആയിരുന്നു. ഗ്യാപ്പ് അപ്പോട് തേഴ്സ്ഡേയിൽ ഓപ്പൺ ചെയ്ത് ഒരു ബാലൻസ് പ്രൊഫൈൽ ആയിരുന്നു. ഇന്നലെ ഒരു ബാലൻസ് പ്രൊഫൈൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആയിട്ടാണ് നമ്മുടെ വീക്കിലി സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി നിൽക്കുന്നത്. ക്ലോസിംഗ് ഇൻസൈഡ് ദ വാല്യൂ ഏരിയ വാല്യൂ ഏരിയ ആയതുകൊണ്ട് വലിയ ഡേഞ്ചറസ് ആയ കാര്യമൊന്നുമില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് വേണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് 24,350 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 408 എന്ന് പറഞ്ഞ കഴിഞ്ഞ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈ ലോയുടെ ഭാഗത്തേക്ക് എൻട്രി ചെയ്യാം. ഈ 24,408 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം കഴിഞ്ഞ വീക്കിന്റെ പി ഒ സി ആയ 24,580 അതായത് കഴിഞ്ഞ മന്തിന്റെ പി ഒ സി 24,580 ആണ്. ആ ഭാഗത്തേക്ക് വന്ന് മാർക്കറ്റ് എക്സ്പയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്നത് 24,179 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും ഈ ഒരു സിംഗിൾ പ്രിന്റ് ഗ്യാപ്പ് കണ്ടല്ലോ 24,112 അതിന് താഴെ 24,000 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു വീക്കിലി സ്ട്രക്ചർ വളരെയധികം പോസിബിൾ ആണ്. അതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു വീക്കിലി സ്ട്രക്ചറിൽ. ഇനി ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്കിലി സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഈ ഇതാണ് നമ്മൾ ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൺഡേ പ്രൊഫൈൽ ഇതാണ്. മൺഡേയിൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ആ ഒരു ഹൈ ന്യൂട്രൽ എക്സ്ട്രീം അപ്പിന്റെ ഹൈ മാർക്കറ്റ് ഇന്നലത്തെ ഒരു ബി പ്രൊഫൈൽ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ലോയും നമ്മൾ എന്താണ് കട്ട് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ അതായത് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രൽ വീക്ക് ആയിട്ടാണ് ഞാൻ പറയാം. ഒരു സ്മോൾ അപ്പ് മാത്രമേ ഉള്ളൂ. സോ ഒരു ന്യൂട്രൽ വീക്ക് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. സോ ന്യൂട്രൽ വീക്ക് അറിയാമല്ലോ, കഴിഞ്ഞ കുറെ ആളെ ബാങ്ക് നിഫ്റ്റി റേഞ്ച് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. സോ 57,000-നും 58,230 ഈ ഒരു മെഗാ റേഞ്ചിനകത്താണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. എത്രയാണ്? 58,230-നും 57,000-നുള്ള 1,300 പോയിന്റ് അകത്താണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ തന്നെ ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ആവാനുള്ള ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. വലിയൊരു മെച്ചമുള്ള ട്രേഡ് ഒന്നും ബാങ്ക് നിഫ്റ്റി വരുന്നില്ല. അതിന് കാരണം HDFC ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെന്റ് തരാത്തത്തോളം കാലം ഇങ്ങനെ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഓവറോൾ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ അവസാനിക്കാനുള്ള കാര്യം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം പോസിബിൾ ആണ്. ഇനി മിഡ് ക്യാപ്പിന്റെ വീക്കിലി സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പിൽ എനിക്ക് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മിഡ് ക്യാപ്പിന്റെ മൺഡേയുടെ പ്രൊഫൈൽ ഇതായിരുന്നു. ഒരു പെർഫെക്റ്റ്ലി ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ, ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ, വീണ്ടും ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ പ്രൊഫൈൽ, ഇന്നലെ ഒരു ബാലൻസ് പ്രൊഫൈൽ. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച പോയത്. മാർക്കറ്റ് വാല്യൂവിലേക്ക് ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആൻഡ് 14,800-നും 14,780, 15,080 എന്ന് പറഞ്ഞ 300 പോയിന്റിനകത്ത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബാങ്ക് മിഡ് ക്യാപിറ്റൽ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ 14,000 എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 14,780 പൊട്ടുകയാണെങ്കിൽ അവർ 749, 14,666, അതിന് താഴെ 14,500 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. 750 പൊട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ 15,000 പൊട്ടി മുകളിലോട്ട് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപിനെ സംബന്ധിച്ച് ഈ ഒരു എക്സ്പയറി വീക്കിൽ കുറവാണ്. എന്നെ സംബന്ധിച്ച് അതുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് വരാം. ഇല്ല എങ്കിൽ ഓവറോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എക്സ്പയറി ആയിരിക്കും ഞാൻ ഈ മന്ത്ലി പ്രൊഫൈലിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ വോളറ്റിലിറ്റി കുറവായത് കൊണ്ട് ഒരു ന്യൂട്രൽ എക്സ്പയറി ആയിരിക്കും എനിക്ക് ഈ വീക്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ പ്രകാരം പ്രതീക്ഷിക്കാനായിട്ട് ഉള്ളത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള വീക്കിൽ അനാലിസിസ് കഴിഞ്ഞു, ഡെയിലി അനാലിസിസ് കഴിഞ്ഞു, മന്ത്ലിയും കഴിഞ്ഞു. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഡെയിലി അനാലിസിസിലേക്ക് നമുക്ക് പോവാം.
സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഡേ ആയിരുന്നു. മിഡ് ക്യാപ്പ് പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഡേ ആയിരുന്നു. ഒരു ഓപ്പൺ ഓപ്ഷൻ ഒരു ബാലൻസ് ഡേ ആയിരുന്നു മിഡ് ക്യാപ്പ് നിൽക്കുന്നത്. 14,845 ഭാഗത്തേക്കാണ് പി ഒ സി വരുന്നത്. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ അല്ലെങ്കിൽ 14,911 കണ്ടല്ലോ, ഈ 14,911 മുകളിൽ മാത്രമേ ഞാൻ ബൈ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 14,950, എത്രയാണ്? 14,950 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. 14,950 ഭാഗത്തേക്ക് ഞാൻ വരക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം 14,500 ഭാഗത്തേക്ക്, 15,000 എന്ന് പറഞ്ഞ ആ ഒരു ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ 15,055. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ്. ഇനി 14,800 പൊട്ടുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് എടുക്കാം. 755, 700, 655 എന്ന് പറഞ്ഞ ആ ഒരു 700, 655 എന്ന് പറഞ്ഞ ആ ഒരു റീജിയന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ, ഒരു ഡീ പ്രൊഫൈലാണ് മിഡ് ക്യാപ്പ്. സോ ഹൈയും ലോയും പൊട്ടിക്കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള മൊമെന്റം വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. പെർഫെക്റ്റ്ലി ഒരു പി ഷേപ്പ് പ്രൊഫൈലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി വന്നേക്കുന്നത് 57,687 ഭാഗത്തേക്ക് ആ പി ഒ സി വന്നിട്ടുണ്ട്. 687 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 57,800 പൊട്ടുകയാണെങ്കിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് 57,800 പൊട്ടിയാൽ എങ്ങോട്ട് പോവാം? 57,925, 58,040, 58 ഇല്ല. പകരം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് 57,925. സെക്കൻഡ് 58,080 ഭാഗത്തേക്ക് പോവാം. 53 81. അതിന് മുകളിൽ 58,251 ഭാഗത്തേക്കും 250 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ശ്രമമുണ്ട്. ഇനി ഇന്നലത്തെ ലോ, അതായത് 57,400 പൊട്ടിയാൽ മാത്രമേ ഒരു സെല്ലിംഗ്, എത്ര 57,400 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 234, 57,234 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 57,048, എത്രയാണ്? 57,048, അതിന്റെ ആ ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ 56,900 ഭാഗത്തേക്ക് വരാം. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. പി ഷേപ്ഡ് പ്രൊഫൈലാണ്. സോ ഇന്നലത്തെ ഹൈക്ക് മോള് നല്ലൊരു അപ്സൈഡ് മൊമെന്റം ബാങ്ക് നിഫ്റ്റി തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് ഇന്നത്തെ ഹൈ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതിന് മുകളിൽ നല്ലൊരു മൊമെന്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് പി പേസ് ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മുടെ പെൻഡറിയും ബാച്ചർക്ക് അറിയാം. അത് ആ ട്രേഡ് സെറ്റപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. നിഫ്റ്റി മിഡ് ക്യാപ്പിനെ പോലെ തന്നെയാണ്. നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് ഈ ഷേപ്ഡ് പ്രൊഫൈലാണ്. സോ 24,244 ഭാഗത്തേക്ക് പി ഒ സി വന്നിട്ടുണ്ട്. സോ ഇന്നലത്തെ ഹൈ, അതിന് മുകളിൽ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഹൈ എന്ന് പറയുമ്പോൾ 24,000, ഇനി ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ 24,280 മുകളിൽ ബൈ. ഫസ്റ്റ് ടാർഗറ്റ് ഈ പി ഒ സി 24,337 ഭാഗത്തേക്ക് പോകും. അത്രയാണ് 24,337 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് അവിടെയാണ് വരുന്നത്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന ഞാൻ 24,337, 24,388, എത്രയാണ്? 24,388 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,387 അടുത്ത പറഞ്ഞ ഈ ഒരു വാല്യൂ ഏരിയ 24,435, എത്രയാണ്? ഇത് വാല്യൂ ഒരു ലോ ആണ്. പഴയ ഒരു 24,435. അത് ഏത് ദിവസത്തെ വാല്യൂ ഒരു ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 11th ആഗസ്റ്റിന്റെ വാല്യൂ ഒരു ലോയുടെ ഭാഗത്തേക്ക് പോവുക. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു ഓപ്പൺ ഓപ്ഷൻ. പെർഫെക്റ്റ് ഡി ബാലൻസ് ആണ്. ഇനി 24,180 പൊട്ടിയാൽ സെല്ലിംഗ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 24,180 പൊട്ടുമ്പോൾ എവിടെ വരാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 180 പൊട്ടുമ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ 24,000 എനിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,180 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് എന്നെ സമയം 24,132, എത്രയാണ്? 24,132 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ. സെക്കൻഡ് ടാർഗറ്റ് 24,085, നമ്മുടെ വാല്യൂ ഏരിയ ഹൈ, ഇന്നത്തെ ബുധനാഴ്ചത്തെ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ലോ 24,032 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള സപ്പോർട്ട്. സോ ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. 1-2 അറിയിപ്പുകൾ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഇപ്പം മിച്ചമുള്ളൂ. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ കോട്ടയത്ത് ആ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, സെപ്റ്റംബർ എൻഡോടുകൂടി. സോ അതോടുകൂടി നമ്മളൊരു ബൃഹത്തായ ഒരു വലിയൊരു ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ നമ്മുടെ എക്കോസിസ്റ്റം നമ്മൾ അങ്ങ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
കുറെ പുതിയ പുതിയ ചേഞ്ചസ് വരുന്നുണ്ട്, സപ്പോർട്ട്സ് കൂടുന്നുണ്ട്, നമ്മുടെ ട്രേഡബിൾ ആക്ഷൻസ് കൂടുന്നുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം അടങ്ങിയ ഒരു മെഗാ ബാച്ച് ആയിരിക്കും സെപ്റ്റംബറിൽ വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി തമ്മിലിനെ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അടിച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.